നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് SBI യോനോ ഉപയോഗിച്ച് എങ്ങനെ അനായാസമായിട്ട് നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, എങ്കിൽ മാത്രമേ കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഇതുവരെ നിങ്ങൾ SBI യോനോയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെ ചെയ്യുമെന്ന വീഡിയോസ് എല്ലാം ഞാൻ ഓൾറെഡി ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനവും അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് SBI യോനോ, നിങ്ങളൊരു ഓൾറെഡി ഒരു യൂസർ ആണെങ്കിൽ SBI യോനോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എംപിൻ അല്ലെങ്കിൽ യൂസർ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ എംപിൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് ബിൽ പേയ്മെൻറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് റീചാർജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അടുത്ത പേജിൽ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഏത് സിമ്മിലേക്കാണോ നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ടത്, അതപ്പം ഇവിടെ സെലക്ട് യുവർ ഓപ്പറേറ്റർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഏത് മൊബൈൽ നമ്പറിലേക്കാണോ നിങ്ങൾക്ക് റീചാർജ് ചെയ്യേണ്ട ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എമൗണ്ട്, എത്ര രൂപയുടെ റീചാർജ് ആണോ ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യൂ പ്ലാൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലാൻസ് എല്ലാം കണ്ട് മനസ്സിലാക്കാനും അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ അക്കൗണ്ട്, ഏത് അക്കൗണ്ടിൽ നിന്നാണ് പൈസ കട്ടാകുന്നത് എന്ന അക്കൗണ്ട് നമ്പറും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ എയർടെലിൻ്റെ സിമ്മിലേക്കാണ് ചെയ്തേക്കുന്നത്. അണ്ട് എയർടെൽ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം എമൗണ്ട് 49 രൂപയ്ക്കാണ് ചെയ്യേണ്ടത്, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഏത് മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഓപ്പറേറ്റർ എയർടെൽ, അതുപോലെ തന്നെ 49 രൂപയാണ് പെയ്ഡ് ചെയ്യുന്നത്. ആ കാര്യം ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. അതൊന്ന് കൃത്യമല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എയർടെലിൻ്റെ സിമ്മിലേക്ക്, പ്രീപെയ്ഡ് സിമ്മിലേക്ക് മൊബൈൽ നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം 49 രൂപയുടെ റീചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു റെഫറൻസ് നമ്പർ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്നും നിങ്ങൾക്ക് ഇനി അനായാസമായിട്ട് SBI യോനോ ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യാൻ സാധിക്കുമെന്നും. അപ്പം ഇതുപോലെയുള്ള പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ 1 സെക്കൻഡ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നത് വരെ ഗുഡ് ബൈ.